ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂവപ്പൊടി, അതായത് ആരോറൂട്ട് പൗഡർ കൊണ്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 4 വ്യത്യസ്ത രുചികളിലുള്ള ഡ്രിങ്ക്സാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ചൂടിനും നോമ്പിനും വിശപ്പും ദാഹവും ക്ഷീണവും അകറ്റാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും മൂത്രത്തിൽ പഴുപ്പ് വരാതിരിക്കാനും വന്നവർക്ക് മാറാനുമൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക്സാണിത്. ചിലർക്കൊക്കെ കൂവപ്പൊടി വെള്ളം കുടിക്കാൻ അത്ര ഇഷ്ടമുണ്ടാവില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരത് ഇഷ്ടത്തോടെ കുടിക്കുകയും ചെയ്യും. ഈ കൂവപ്പൊടിയുടെ ഗുണങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും, അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഡ്രിങ്ക്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ ഈ ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കൂവപ്പൊടി, അതായത് ആരോറൂട്ട് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിവിടെ 4 വ്യത്യസ്ത രുചികളിലുള്ള ഡ്രിങ്ക്സ് ആണല്ലോ തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കൂവപ്പൊടി കൊണ്ട് തന്നെ നമുക്ക് 2 ഗ്ലാസ് ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഈ കൂവപ്പൊടിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കട്ടയൊന്നുമില്ലാതെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കൂവപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ കൂവപ്പൊടി വേവിച്ചെടുക്കാനായിട്ട് ഒരു സോസ് പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നാൽ നമ്മൾ നേരത്തെ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്ത കൂവപ്പൊടി ഇല്ലേ, അത് ഈ സോസ് പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഈ കൂവപ്പൊടി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ കുറുക്കിയെടുക്കാനായിട്ട്. ഈ പൊടി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് തിളച്ച് വന്നാൽ ഈ പൊടി പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ ഇത് തിളച്ച് വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൊടി വേവാതെ പെട്ടെന്ന് തന്നെ കുറുകി വന്നിട്ട് കട്ട പിടിക്കും. ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. കൂവപ്പൊടിയുടെ ആ വെള്ള കളറൊക്കെ മാറിയിട്ട് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. അപ്പോൾ അതുവരെ കൂവപ്പൊടി വേവിച്ചെടുക്കുക. ഇപ്പോൾ കണ്ട ആ കൂവപ്പൊടിയുടെ ആ വെള്ള കളറൊക്കെ മാറിയിട്ട് നല്ലതുപോലെ വെന്തിട്ട് ഒരു ക്രീം പോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വെന്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതുകൊണ്ട് ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഈ കൂവപ്പൊടി നല്ലതുപോലെ തണുത്തിട്ട് ഒന്നും കൂടി തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് ഡ്രിങ്ക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു തവിക്ക് 3 തവി കൂവപ്പൊടി കുറുക്കിയെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ഏലക്കയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ സീഡ്സ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രിങ്ക് എത്ര തിക്കായിട്ടാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിൽ കാഷ്യൂ നട്ട്സൊക്കെ നല്ലതുപോലെ ഒന്ന് അരിഞ്ഞ് കിട്ടണം കേട്ടോ. ഇപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഡ്രിങ്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ ഡ്രിങ്ക് തണുപ്പിച്ചിട്ട് കുടിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് തണുപ്പ് ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നേരത്തെ തന്നെ സോക്ക് ചെയ്തെടുത്ത കസ്കസ്, അതായത് സബ്ജ സീഡ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു കസ്കസ് ഒരു 3 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഡ്രിങ്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഗ്ലാസ്സുകളിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂവപ്പൊടി കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇത് ഇളനീർ ജ്യൂസിൻ്റെ ഒരു ടേസ്റ്റാണ്. ഇനി രണ്ടാമത്തെ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തതുപോലെ ഈ തവിക്ക് 3 തവി കൂവപ്പൊടി കുറുക്കിയത് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഈന്തപ്പഴം ഞാൻ നേരത്തെ തന്നെ സോക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ.
അതുപോലെ തന്നെ സോക്ക് ചെയ്തെടുത്ത കുറച്ച് ബദാമും കാഷ്യൂ നട്ട്സുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രിങ്ക് എത്ര ലൂസായിട്ടാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ സീഡ്സ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂവപ്പൊടി കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള രണ്ടാമത്തെ ഡ്രിങ്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ടോപ്പിൽ കുറച്ച് ബദാമും പിസ്സയൊക്കെ ചെറുതായി കട്ട് ചെയ്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തതുപോലെ തന്നെ 3 തവി കൂവപ്പൊടി കുറുക്കിയത് തന്നെയാണ് കേട്ടോ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് 2 റോബസ്റ്റ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. പഴത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അധികം പുളിയില്ലാത്ത ഏത് ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് ചിക്കു അതായത് സപ്പോട്ട വെച്ചിട്ട് നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ടൊക്കെ കൂവപ്പൊടി ഡ്രിങ്ക് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടാ. ഇതിലേക്കും ഞാൻ നല്ല തണുത്ത പാലും മധുരത്തിന് വേണ്ടിയിട്ട് ഈന്തപ്പഴവും ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയും തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഗ്ലാസ്സുകളിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂവപ്പൊടി കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള മൂന്നാമത്തെ ഡ്രിങ്കും നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ 4ാമത്തെ ഡ്രിങ്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറുക്കിയെടുത്ത ബാക്കിയുള്ള കൂവപ്പൊടി മുഴുവനും ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 3 തവി തന്നെയാണ് കേട്ടോ ബാക്കിയായിട്ട് വന്നിട്ടുള്ളതും. അത് മുഴുവനായിട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരാപ്പിൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതും നമ്മൾ നല്ലതുപോലെ തണുപ്പിച്ചെടുത്ത പാലിൽ തന്നെയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും സോക്ക് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പിസ്താച്ചിയോൻ്റെ എസൻസോ ബദാമിൻ്റെ എസൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്കൊരു 3-4 ഡ്രോപ്പ് പിസ്താച്ചിയോൻ്റെ എസൻസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഡ്രിങ്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് സോക്ക് ചെയ്തെടുത്ത കുറച്ച് കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് ഐസ് ക്യൂബ്സുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂവപ്പൊടി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള 4ാമത്തെ ഡ്രിങ്കും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പിസ്താച്ചിയൻ്റെ എസൻസൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇത് കുടിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കൂവപ്പൊടി കൊണ്ട് നിങ്ങൾ ഇതുപോലെ ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.